കാരാഗൃഹത്തിന്റെ വരാന്തയിൽ കത്തിച്ചു വെച്ച പന്തങ്ങളുടെ വെളിച്ചത്തിലൂടെ വെളിയിലെ അന്ധകാരത്തിൽ നിന്നും നടന്നു വന്ന മനുഷ്യൻ ആരെന്ന് ഗോവർദ്ധന് മനസ്സിലായില്ല. കഴിഞ്ഞ ദിവസം കണ്ട ശിപായിമാരുടെയും ദറോഗമാരുടെയും ഇടയിലൊന്നും ഇങ്ങനെ ഒരാൾ ഇല്ലായിരുന്നു. നീണ്ട തലമുടിയും അടുത്തു വരുംതോറും ഉജ്ജ്വലമായി കൊണ്ടിരിക്കുന്ന കണ്ണുകളുമുള്ള ആ മനുഷ്യനിൽ അയാളുടെ യൗവനത്തിന്റെ പ്രസരിപ്പിനും അപ്പുറം വർത്തിക്കുന്ന യതുതുല്യമായ എന്തോ ഉണ്ടായിരുന്നു. അയാൾ നടന്നു വന്നപ്പോൾ പാറാവുകാർ ഓരോരുത്തരായി എഴുന്നേറ്റു നിന്നു. വാതിൽക്കലെത്തിയപ്പോൾ അവിടുത്തെ കാവൽക്കാരൻ കുനിഞ്ഞു നിന്ന് കുറ്റി നീക്കി അത് മലർക്കെ തുറന്നിട്ടു. ഗോവർദ്ധൻ ഇപ്പോൾ കരയുന്നുണ്ടായിരുന്നില്ല. അയാളുടെ കണ്ണുകൾ ഉണങ്ങിയിരുന്നു. ഒരു മനസ്സിനും സ്വീകരിക്കാനാകാത്ത യുക്തിരഹിതമായ രാജകൽപ്പനയെ വിധി എന്ന സങ്കല്പത്തിൽ സ്വീകരിക്കുവാൻ അയാൾ തയ്യാറായി കഴിഞ്ഞിരുന്നു. ഒരപരാധവും ചെയ്യാതെ അങ്ങനെ എല്ലാവരും സമ്മതിച്ചുകൊണ്ട് തന്നെ നാളെ രാവിലെ അയാൾ തൂക്കിലേറ്റപ്പെടാൻ പോകുകയാണ്. ആധുനിക ലോകത്തെ പരിച്ഛേദമായി, ഒരു ദർപ്പണമായി, അതിഗൗരവമുള്ള സാഹിത്യത്തെ സമീപിക്കുന്ന, അതിഗൗരവമുള്ള എഴുത്തിന്റെ പന്ഥാവിലൂടെ സഞ്ചരിക്കുന്ന ആനന്ദിന്റെ നോവലിന്റെ ആദ്യ അധ്യായത്തിന്റെ തുടക്കമാണ് ഞാൻ വായിച്ചത്. മികച്ച സാഹിത്യം, മികച്ച കൃതികൾ എന്നൊന്നില്ല എന്ന് ചർച്ച ചെയ്യപ്പെടുകയും അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുകയും ചെയ്യുന്ന കാലഘട്ടത്തിൽ മികച്ചതൊന്നുണ്ടോ എന്നുള്ളതിനുള്ള ഒരു ഉത്തരമാണ് ഇത്തരത്തിലുള്ള ഗൗരവമുള്ള കൃതികൾ. ഈയാമ്പാറ്റകളെപ്പോലെ ഒരു മഴയ്ക്ക് ശേഷം പൊടിഞ്ഞ് പൊങ്ങുകയും പിന്നീട് നൈമിഷികമായി അസ്തമിക്കുകയും ചെയ്യുന്ന നിരവധി കൃതികൾ, നിരവധി സാഹിത്യങ്ങൾ പലപ്പോഴും ലോകത്താകമാനം സംഭവിച്ചിട്ടുണ്ട്. അതെല്ലാം ഒരു കാലത്തിനും അപ്പുറത്തേക്ക് സഞ്ചരിക്കാൻ കരുത്തില്ലാതെ കാലഹരണപ്പെട്ടു പോവുകയും ചെയ്തു. ബെസ്റ്റ് സെല്ലറുകൾ എന്ന് പറഞ്ഞ് ലോകത്ത് കുട്ടിഘോഷിക്കപ്പെട്ട പലതും കാലഹരണപ്പെട്ടു പോയി. പക്ഷേ മികച്ചത് എന്ന് പറയപ്പെടുന്നത് നൂറ്റാണ്ടുകളോളം അത് കാലാതിവർത്തിയായിട്ട് ക്ലാസിക്കുകൾ എന്ന പേരിൽ അത് നിലനിൽക്കുന്നു. എന്താണ് ക്ലാസിക് എന്നുള്ളതിന് ഉത്തരം, അത് കാലാതിവർത്തിയായി തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന മികച്ചത് എന്ന് തന്നെ വിളിക്കുന്ന കൃതികളാണത് എന്ന് തന്നെയാണ് പറയുന്നത്. ഒരു വായനക്കാരന്റെ മാനസികാവസ്ഥ, അവന്റെ ചിന്താതലം, അവന്റെ മനനം ചെയ്യാനുള്ള കഴിവ്, ഇതിനൊക്കെ അനുസരിച്ചാണ് മികച്ച കൃതികൾ ഉണ്ടാകുന്നതും. അല്ലെങ്കിൽ ഓരോരുത്തർക്കും മികച്ചത് മറ്റു പലതായിരിക്കാം, ഒരാൾക്ക് മികച്ചത് മറ്റൊരാൾക്ക് മികച്ചതല്ലാതിരിക്കാം എന്നെല്ലാം പറയുമ്പോൾ അതിൻ്റെ അർത്ഥശൂന്യത നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം മികച്ചത് എന്ന് പറയുന്നത് ഭൂരിഭാഗം വായിച്ചത് കൊണ്ടോ ഒരുപാട് വിറ്റഴിക്കപ്പെട്ടത് കൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഭൗതികമായ ഒരു തലത്തിലുള്ള വ്യാവഹാരത്തിൽ നിന്നോ ഒന്നുമല്ല മികച്ചത് സംഭവിക്കുന്നത്. മികച്ചത് ആന്തരികമായ വിസ്ഫോടനങ്ങളെ മനുഷ്യനിലേക്ക് പകരാൻ കഴിയുന്ന കരുത്തുള്ള കൃതികളാണ് മികച്ചത് എന്ന് പറയുന്നത്. അതവനെ ഉറക്കം കെടുത്തും, അവനെ തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് അത് കൊണ്ടുപോകും. അത്തരത്തിലുള്ള കൃതികൾ മികച്ചത് തന്നെയായി കാലാതിവർത്തിയായി നിലനിൽക്കുകയും ചെയ്യും. ഗോവർദ്ധന്റെ യാത്രകൾ മനുഷ്യന്റെ, സമകാലീനമായ മനുഷ്യന്റെ നേരെ പിടിച്ചൊരു കണ്ണാടി പോലെ ജ്വലിച്ചു നിൽക്കുന്ന ഒരു കൃതിയായിട്ട് മാറുന്നതും ഇതുകൊണ്ടാണ്. അഭിവാദ്യങ്ങൾ.